ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സുഖമാണോ? നമ്മളിവിടെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ പോകുന്നു കേട്ടോ. ഒരുപാട് എന്താ പറയുക, നമുക്ക് ദുഃഖങ്ങളായ വാർത്തകൾ നമുക്ക് കേൾക്കുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് വേഗം അള്ളാഹു ഷിഫാക്കി തരട്ടെ അല്ലേ. അപ്പം ഞാനിന്നൊരു ചെറിയൊരു ഇറച്ചിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടില്ലേ. അപ്പോൾ ഞാൻ പിന്നെ നമുക്കുണ്ടല്ലോ ഗരം മസാല അത് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് പൊടിച്ചെടുക്കണം. നിങ്ങൾ ഫസ്റ്റിൽ കണ്ടു കേട്ടോ. അത് നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ അതിൻ്റെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. 20 രൂപയൊക്കെയാണ് തോന്നുന്നുണ്ട്. അതാകുമ്പോൾ എല്ലാം അതിലുണ്ടാവും. അങ്ങനെ ഞാനത് അങ്ങനെയാണ് കേട്ടോ പൊടിച്ചെടുക്കാറ്. അങ്ങനെ നമ്മളിതാ ഒരു 3 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേക്ക് ഉപ്പിട്ടു. ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ പച്ചമുളക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് കൂടെ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് അരച്ചിടാം. ഞാൻ പച്ചമുളക് അരിഞ്ഞാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ കുട്ടികൾ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് പറഞ്ഞു വന്നത്. അങ്ങനെ നമ്മൾ ഒക്കെ കുറേശ്ശെ മസാലകൾ കേട്ടോ. 1/2 ടീസ്പൂൺ വീതം മല്ലി, മുളക്, മഞ്ഞൾ, കുരുമുളക് പൊടി, പിന്നെ അല്പം ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ മസാല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ചിക്കൻ കൊണ്ടും ചെയ്യാവേ. അങ്ങനെ നമ്മൾ മസാല കൂട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അല്പം നമുക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മസാല റെഡിയാക്കി എടുത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതായത് ഞാൻ ഒരു 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അത് ചെറു ചൂടുവെള്ളത്തിൽ നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ ചൂടുവെള്ളം കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊരു പാകത്തിനൊരു പിടിക്കാനുള്ള ലെവലാവുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ടൊരു അരമണിക്കൂർ നമുക്ക് ആ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതാ ഇതുപോലെ അധികം ഒന്നും കുഴക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. കാരണം നമ്മളിത് പരത്തണുണ്ടല്ലോ. ആവി കടക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഞാൻ അത് കാണിക്കുന്ന പോലെ ചെറിയ പത്തിരിയാക്കി നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. ഇതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊരു വെറൈറ്റി ആക്കാമല്ലോ അല്ലേ നമുക്ക് ഇഫ്താറിന്. യാതൊരു ബലമോ ഉറപ്പൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്കൊക്കെ അടിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.